കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പെറ്റ് ഷോപ്പിന്റെയും ഗ്ലാസ് ഡോർ തുറന്ന് തിങ്കളകത്തേക്ക് കയറി. അലങ്കാര മത്സ്യങ്ങളുടെ ഒരു നിര തന്നെയാണ് ആദ്യം. അതിനപ്പുറം പ്രാവുകളിൽ ലവ് ബേഡ്സും മൊയിലുകളുമായി മറ്റൊരു നിര. ഉള്ളിലേക്ക് ഇനി ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് പട്ടിയുടെയും പൂച്ചയുടെ അടക്കം മറ്റു പലതിന്റെയും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പുറമേ കാണുന്ന പോലെയല്ല, അത്യാവശ്യം വലിയ പെറ്റ് ഷോപ്പ് തന്നെയാണിതെന്ന് തിങ്കളുടെ മനസ്സിലായി. മുകളിലേക്കുണ്ടെന്ന് തോന്നുന്നു ഇത്. എന്നാലും നിങ്ങൾ ഉള്ളിലേക്കൊന്നും പോകാൻ നിന്നില്ല. ആൾക്ക് വേണ്ടത് ആദ്യം തന്നെ ഉണ്ടല്ലോ. ഈ അലങ്കാര മത്സ്യങ്ങളെ കണ്ടുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. ഒന്നിനെ വാങ്ങിച്ചു വളർത്താൻ ചെറിയൊരു മോഹം. പ്രൈസ് ഒന്നും അറിയില്ലെങ്കിലും എല്ലാം നോക്കിക്കളയാമെന്ന് കരുതിയവൾ. തന്നെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങാലോ. മത്സ്യങ്ങളെല്ലാം നോക്കുന്ന നേരം തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാനായി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് തിങ്കൾ വെറുതെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആ ഷോപ്പിലെ സ്റ്റാഫായി കൺമുമ്പിൽ ആരെയും കാണുന്നില്ല. തന്നെ പോലെ തന്നെ വാങ്ങാൻ വന്നവർ ഒന്ന് രണ്ടുപേർ അപ്പുറം ബേഡ്സിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അന്നേരം തന്നെയാണ് മിഥുനിന്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയവന്റെ മുഖം ആളിൽ തെളിഞ്ഞത്. പാച്ചുവിന് ടൗണിൽ പെറ്റ് ഷോപ്പാണെന്ന് ചാന്ദിനി പറഞ്ഞ അവൾ ഓർത്തു. പെട്ടെന്ന് ആരുടെയോ കാറടി ശബ്ദം കേട്ട് തിങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചുപേർ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ഒരു ലേഡിയാണ് മുമ്പിൽ. ആരുടെ കയ്യിൽ മുഖം നിറയെ മുടി പോലെ രോമങ്ങളുമായ ഒരു പട്ടിയോ പൂച്ചയോ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പട്ടിയാണതെന്ന് അവൾക്ക് മനസ്സിലായി. ആ സ്ത്രീയുടെ പിറകെ വരുന്ന പുരുഷന്റെ കയ്യിലുമുണ്ട് വേറെ ഏതോ ബ്രീഡിൽപ്പെടുന്ന മറ്റൊരു പട്ടി. അവർക്ക് പിന്നിൽ പാർത്ഥിവിനെയും വേറെ ഒരാളെയും കൂടെ അവൾ കണ്ടു. പാർത്ഥി അവർക്കൊപ്പം തന്നെ ഫ്രണ്ട് ഡോർ തുറന്ന് അവരോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ജാഫർ ബേഡ്സിന്റെ അടുത്തുള്ള കസ്റ്റമേഴ്സിനെ കണ്ട് അങ്ങോട്ട് പോയി. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന തിങ്കളിനെ അവൻ കണ്ടില്ല. പാർത്ഥിയും കണ്ടില്ല. തിങ്കളുടെ നോട്ടം വീണ്ടും മീനുകളുടെ നേർക്കായി. ആ ലേഡി അവരുടെ ഹസ്ബൻഡ് വാങ്ങിച്ച പട്ടികളെയും കൊണ്ട് കാർ കയറി പോയി കഴിഞ്ഞാണ് പാർത്ഥി തിരിച്ച് ഷോപ്പിലേക്ക് കയറിയത്. നല്ലൊരു കച്ചവടമാണ് ആ പോയവർ വഴി അവന് കിട്ടിയത്. ഒരു ഡോബർമാനും ഒരു ഷീവ്സു നായ്ക്കുട്ടിയുമാണ് അവർ കൊണ്ടുപോയത്. അത്യാവശ്യം എക്സ്പെൻസീവ് ബ്രീഡ്സ് തന്നെയാണ് അവ. ആ ഒരു സന്തോഷത്തിൽ ഷോപ്പിനകത്തേക്ക് കയറിയവൻ അപ്പുറത്തിൽ നിൽക്കുന്ന ചോട്ടുവിനോടകത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഡോഗ്സിന്റെ സൈഡ് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് തിരിഞ്ഞതും കാണുന്നത് ഫിഷിന്റെ സൈഡിൽ നിൽക്കുന്ന തിങ്കളിനെയാണ്. ഒരു നിമിഷം അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അടുത്ത നിമിഷം തന്നെ അത് വിടരുകയും ചെയ്തു. ചേട്ടാ, ചോട്ട് വിളിക്കുന്നുണ്ട്. പോയി ക്ലീൻ ചെയ്യണ മോനെ എന്ന് പറച്ചിലിനൊപ്പം അവന്റെ തോളിൽ രണ്ട് തട്ട് തട്ടി തുള്ളി വിട്ടാൻ പെട്ടെന്ന് തിങ്കളിനടുത്തേക്ക് നടന്നു. അരികിൽ ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയാണ് മീനിൽ നിന്ന് ഓട്ടോമാറ്റികൾ തിരിഞ്ഞു നോക്കിയത്. പാർത്ഥിയുടെ മിഴികൾ അവളുടെ കടുങ്കാപ്പി കണ്ണുകളിൽ കുടുങ്ങി നിന്നു. നെഞ്ചിൽ ഇതുവരെ അറിയാത്തൊരു പിടച്ചിൽ. ഇപ്പോൾ മാത്രമല്ല, ഈ ഒരുവളെ നേർക്ക് നേർ കാണുമ്പോൾ എപ്പോഴും അവന് ഈ പിടച്ചിലിൽ ഒന്ന് കുളിർന്നു പോവാറുണ്ട്. പാർത്ഥി പെട്ടെന്ന് അവളിൽ നിന്ന് മിഴികൾ വെട്ടിച്ചു മാറ്റി. എനിക്കൊരു ഫിഷിനെ വേണം. തിങ്കളുടെ സ്വരം അവിടെ ഉയരുമ്പോൾ പാർത്ഥിയുടെ നോട്ടം വീണ്ടും അവളിലേക്കായി. അവളുടെ കണ്ണുകൾക്ക് യാതൊരു മാറ്റവുമില്ല. അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ഭാവങ്ങളും ഇല്ലാത്ത മുഖം. പെണ്ണിനെ കണ്ട നാൾ മുതൽ ഇത് തന്നെയാണ് ആ മുഖത്തെ ഭാവം. ഇടക്കാ കടുങ്കാപ്പി മിഴികൾ മാത്രം കൂർത്ത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ റേറ്റൊക്കെ എങ്ങനെയാണ് വരുന്നത്? വീണ്ടും ചോദിക്കുന്ന നേരം അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് തിങ്കളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. പാർത്ഥിയുടെ നോട്ടം പിന്നെ അവളിൽ നിന്ന് വിട്ടുമാറി. മുന്നിലെ ഫിഷ് ടാങ്കിലേക്കായി അവന്റെ ശ്രദ്ധ മുഴുവനും. അതിനുശേഷമാണ് ചെക്കൻ സംസാരിച്ച് തുടങ്ങിയത് തന്നെ. എല്ലാ ഫിഷിനെ കുറിച്ചും അതിന്റെ വിലയും മറ്റും വിവരിച്ചു കൊടുക്കുമ്പോഴും അവൻ തിങ്കളിനെ നോക്കുന്നുണ്ടായിരുന്നില്ല. തിങ്കൾ പക്ഷേ അവൻ പറയുന്നതിനനുസരിച്ച് മീനുകളെ അവനെയും മാറി മാറി ശ്രദ്ധിച്ചാണ് അവനൊപ്പം നിൽക്കുന്നത്. പ്രൈസ് അവൻ പറഞ്ഞവൾക്ക് വലിയ കുഴപ്പമായി തോന്നിയില്ല. പേരൊക്കെ 50-100 രൂപയിൽ തുടങ്ങിയിട്ടുണ്ട്. താൻ ഏതെങ്കിലും ഫിഷ് പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഏതായാലും മതി എനിക്ക്. ഇതിനു മുന്നേ ഫിഷിനെ വളർത്തിയിട്ടുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ലെന്ന് അവന് വെറുതെ തോന്നി. എന്നിരുന്നാലൊരു ചോദ്യം. ഇല്ല. അവൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ അവളിൽ നിന്ന് വന്നു. എങ്ങനെയാ താൻ ഇത് വളർത്താൻ ഉദ്ദേശിക്കുന്നത്? ആൾക്ക് അവൻ ചോദിച്ച ചോദ്യം വ്യക്തമായില്ല. ടാങ്ക് സെറ്റപ്പ് ചെയ്താണോ അതോ എനിക്ക് ചെറിയ ബോളിൽ വെച്ച് വളർത്താൻ ആ ടൈപ്പ് മതിയോ? ഇതൊക്കെ അങ്ങനെ വളർത്താൻ കഴിയുമോ? ഗോൾഡ് ഫിഷിലേക്കാണ് അവിടെ വിരലുകൾ നീണ്ടത്. ഇല്ല, ഗോൾഡ് ഫിഷ് കൂടുതലായിട്ട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണോ? അതിന് അത്യാവശ്യം വലിയ ടാങ്ക് ആവശ്യമാണ് വളർത്താൻ. അതുപോലെ ഇതിന് സ്ട്രോങ് ഫിൽട്രേഷൻ നിർബന്ധമാണ്. വേസ്റ്റ് അധികം ഉണ്ടല്ലോ. സോ ഫിൽറ്റർ ഇല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് സ്പോയിൽഡ് ആവും. വിശദമായി തന്നെ അതിന്റെ കാര്യങ്ങൾ പാർട്ടി പറഞ്ഞെടുക്കുമ്പോഴാണ് മീൻ വളർത്തലിന് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയത്. അല്ലാതെ വെറുതെ ഒരു ബൗളിലിട്ട് അതിന് തീറ്റ മാത്രം കൊടുത്തെന്ന് വെച്ച് അത് സർവൈവ് ചെയ്യില്ല. എനിക്ക് ബൗളിലിട്ട് വളർത്തുന്ന ഒരെണ്ണം മതി. ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ എന്ന് ചോദിക്കണ്ട, ഇവിടെ എല്ലാം ഉണ്ട്. ഇത്തിരി ഗമയിൽ തന്നെ പറഞ്ഞാണ് അവൻ പെണ്ണിനെ നോക്കിയത്. പക്ഷേ തിങ്കളുടെ ശ്രദ്ധ മീനുകളിലും. മൊബൈൽ ഷോപ്പിൽ വെച്ച് വന്ന പോലെ രോഷം അവൻ ഇപ്പോഴും വന്നു. എന്നാലും അടക്കിയവനത് കസ്റ്റമർ അല്ലേ. താവാ. ചുണ്ടിയോടുള്ള പറച്ചിലിനൊപ്പം അവൻ കുറച്ചങ്ങ് മാറി നിൽക്കുമ്പോൾ തിങ്കൾ അവനടുത്തേക്ക് ചെന്നു. ബെറ്റാ ഫിഷും ചില ഗപ്പികളൊക്കെയാണ് അവൻ കാണിച്ചു കൊടുത്ത്. എല്ലാം നന്നായി നോക്കുന്നുണ്ട് തിങ്കൾ. എന്തായാലും ഇതിനെ കൊണ്ടുപോകാൻ ബൗളും മറ്റും വേണമെന്ന് അവൾ പറഞ്ഞു. വീട്ടിലതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം റെഡിയാക്കി തരാമെന്ന് പാർത്ഥിയും പറഞ്ഞു. ഗപ്പികളെ വിട്ട് ബെറ്റാ ഫിഷിലേക്കാണ് തിങ്കളുടെ നോട്ടം പോയത്.
അതിൽ ബ്ലൂ ഫുൾ മൂൺ ബെറ്റാ ഫിഷാണ് അവൾ തിരഞ്ഞെടുത്തത്. ഓ, തനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയി തന്നെ ചൂസ് ചെയ്തല്ലേ. പാർത്തി ആ ഫിഷിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മറ്റ് അറേഞ്ച്മെന്റ്സ് ഫുഡ് റെഡിയാക്കാൻ പോകുമ്പോൾ പറഞ്ഞു കേട്ട് തിങ്കളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി. അവൻ തന്നെയല്ലേ പറഞ്ഞ് ബോൾ ജീവിക്കാൻ ഏറ്റവും സേഫായ ഓപ്ഷൻ ബെറ്റാ ഫിഷാണെന്ന്. ഫുൾ ബ്ലൂ, റെഡ്, വൈറ്റ്, ബ്ലാക്ക് നിറങ്ങളിലും വലിയ ഫിൻസുമായി കാണാനും അത്രയും മനോഹരമാണവ. അതുപോലെ ഗപ്പികളെ കുറിച്ചും അവൻ മറ്റൊരു വിവരണം വേറെ തന്നിരുന്നു. എന്നാൽ അവൾക്ക് ഇഷ്ടമായത് ഇതാണ്. അതാണ് അവൾ അത് വാങ്ങിയതും. പിന്നെ അതിനെക്കുറിച്ച് അവൻ ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യകത എന്താണ്? ഈ ബെറ്റാ ഫിഷ് സിംഗിൾ ഫ്രണ്ട്ലിയാ. സിംഗിൾ ഫിഷായിട്ട് വയ്ക്കുമ്പോഴേക്കും അവർ ഏറ്റവും മികച്ച പെർഫോമൻസ് കാണിക്കാം. അതിന് ഫൈറ്റർ ഫിഷ് എന്നൂടെ വിളിക്കും. മറ്റു മെയിൽ ഫിഷുകളായിട്ട് വെച്ചാൽ പ്രശ്നമാണെന്നർത്ഥം. കൂട്ടുന്നു കൂടി കിടക്കാനുള്ള മനസ്സിലെന്ന് സാരം. ഒറ്റയ്ക്ക് ഇങ്ങനെ വിഹരിക്കണം. എല്ലാം റെഡി ആയിക്കൊണ്ട് വരുമ്പോൾ പാർത്തി ഒന്നുകൂടെ അവൾ വാങ്ങിച്ച ഫിഷിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നതിനൊപ്പം നേരത്തെ അവൻ ചോദിച്ച ചോദ്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട്. പറഞ്ഞു നിർത്തി ചുണ്ടിലെ കളിയാക്കി ചിരിയൊന്നും മറക്കാതെ അവൻ ബില്ലടിച്ച് എഴുന്നേറ്റ് പെണ്ണിനെയും നോക്കി. ഈ പറഞ്ഞതിനൊക്കെ തന്നെ ഇപ്പോൾ നോക്കി പേടിപ്പിച്ച് നിൽക്കായിരിക്കവളെന്ന് കരുതിയവൻ ആ ബോർഡിൽ നീന്തുന്ന മീനിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് നിൽക്കുന്നവളെ കണ്ട് കണ്ണൊന്ന് കൂർത്തു. ഇതാണ് അവന് പിടിക്കാത്തത്. വേണ്ട വിധത്തിൽ ചെക്കൻ അറ്റൻഷൻ കിട്ടുന്നില്ലെന്ന്. അങ്ങനെയല്ലേ അവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അവളിൽ നിന്ന് അവന് ശ്രദ്ധ കിട്ടുന്നില്ല. അത് അവൻ അങ്ങോട്ട് കയറി സംസാരിച്ചിട്ട്. എന്നാലും മറ്റൊരു കാഴ്ച കണ്ട് അവൻ്റെ മിഴികളൊന്ന് വെട്ടി. ദേ, പെണ്ണിന്റെ ചൊടികൾ വിരിഞ്ഞിരിക്കുന്നു. ഒരുപാടൊന്നുമില്ല, നേർത്തൊരു മന്ദഹാസം. അത് അവനെ നോക്കിയല്ല, ആ ബൗളിൽ നീന്തിക്കൊണ്ടിരിക്കുന്നവരെ നോക്കി. 4-5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബൗളിൽ സിംഗിൾ ലീവ് പ്ലാന്റും കുറച്ച് ഗ്രേവൽസും ഒക്കെ ഇട്ട് അത്രയും മനോഹരമാക്കിയിട്ടുണ്ട് പാർത്തി അവൻ്റെ ആ കൊച്ചു വീട്. അതിനിടയിലൂടെയൊക്കെയുള്ള അവൻ്റെ പ്രയാണം കണ്ടാണ് തിങ്കളറിയാതെ പുഞ്ചിരിച്ചു പോയത്. ചിരിക്കുകയൊക്കെ ചെയ്യോ ഇവള്? ആ ചിരിയിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്നവന്റെ തോളിൽ ഒരു പിടിയും മുതലാളി എന്ന വിളിയും. പാർത്തി ഒന്ന് ഞെട്ടിത്തിരിഞ്ഞു. അപ്പോഴേക്കും അവന്റെ കയ്യിലെ ബില്ല് തിങ്കൾ വാങ്ങിയിരുന്നു. മുന്നിൽ നിൽക്കുന്ന ജാഫറിനെ പാർത്തി പല്ലുകടിച്ചു നോക്കി. അവന്റെ ഒരു മുതലാളി ഈ വിളിയെന്ന് വിളിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. താൻ ഈ തിണ്ടിയോടും. സോറി ചേട്ടാ. പാർത്തിയുടെ നോട്ടം മനസ്സിലായി. അവനും സ്വന്തം പല്ലുകടി തിരിച്ചു വിളിച്ചു കാണിച്ചു. 10-24 വയസ്സേയുള്ളൂ ജാഫറിന്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ പാർത്തിയുടെ ഷോപ്പിൽ ജോലി കയറിയതാണ് അവൻ. അവന് പുറകിൽ തന്നെ 2 പ്രാവുകളെയും വാങ്ങിച്ച് 3 പെൺകുട്ടികളുമുണ്ട്. അവരുടെ കണ്ണുമിടർത്തിയുള്ള നോട്ടം പാർത്തിക്ക് നേരെയാണ്. ഞാൻ പറഞ്ഞില്ലേടി, അന്ന് അമ്പലത്തിന്റെ അവിടെ ചടി ഉണ്ടാക്കിയതേ ഈ ചേട്ടനാ. അതിലൊരുത്തി തന്റെ കൂട്ടുകാരിയോട് അടക്കം പറഞ്ഞു, ഇത് ബില്ലടിച്ചു കൊടുക്കാൻ. എന്തേ, നിനക്ക് ചെയ്യാനറിയില്ലേ? പാർത്തിയുടെ കടുപ്പ് നിറഞ്ഞ ശബ്ദം അവിടെ വരുമ്പോൾ പെൺകുട്ടികൾ 3 പിന്നെയും ആരാധനയോട് അവനെ നോക്കി. എന്തൊരു ഗാംഭീര്യമാണ് ആ സ്വരത്തിന്. ജാഫർ ഞാൻ ചെയ്തോളാം ചേട്ടാന്ന് പറഞ്ഞ് വേഗം സിസ്റ്റത്തിന് മുമ്പിലിരുന്നു. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോയില്ല. ഇതൊക്കെ എത്ര കണ്ടതാണവൻ. അന്നേരം തന്നെയാണ് തിങ്കളുടെ വിളി. ഇവൾ തന്റെ പേര് മറന്നിട്ടില്ലെന്ന ചെറിയൊരു കൗതുകത്തോടെ ചിന്തിച്ച് അവൻ തിരിയുമ്പോൾ അവര് നേരെ 2 500 നോട്ട് നീട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അവൾ. അത് വാങ്ങി ബാലൻസ് ക്യാഷും കൊടുത്ത് അവൾ ബൗൾ എടുത്ത് ഇറങ്ങുമ്പോൾ പാർത്തി അവൾക്ക് പുറകെ തന്നെ ഇറങ്ങി. അവൾക്ക് ഫിഷിന്റെ ഫീഡിങ്ങിനെ പറ്റിയും വാട്ടർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാം അവൻ നടക്കും വഴി വിശദീകരിച്ച് കൊടുക്കുന്നുമുണ്ട്. താനെങ്ങനെ പോകുന്നു? ആൾക്ക് ഇറങ്ങാൻ ഡോർ ഒന്നെടുത്തുകൊണ്ടുള്ള ചോദ്യത്തിൽ ബസ്സിനാണെന്ന് പറഞ്ഞ തിങ്കൾ. ഇതുകൊണ്ട് ബസ്സിന് പോയി. അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ തിങ്കളൊന്നും സംശയിച്ചു. ഓട്ടോക്ക് പോകുന്നവൻ സേഫ്, ഈ ടൈമിൽ ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടാവും. പാർത്തി ഒന്നുകൂടെ പറഞ്ഞ് അവൾ തലയാട്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അവനൊരു വിസിലടിച്ച് കൈ കാണിച്ചു. നിമിഷ നേരം കൊണ്ട് ഒരു ഓട്ടോയുടെ മുമ്പിലായി വന്നു നിന്നു. തിങ്കൾ അതിനകത്തേക്ക് കയറി. താങ്ക്സ്. മുഖത്ത് ചിരിയൊന്നും ഇല്ലെങ്കിലും അവളുടെ നന്ദിയിലൊരു ആത്മാർത്ഥതയുണ്ട്. അതുകൊണ്ട് പാർത്തിയുടെ ചുണ്ടെന്ന് വിടർന്നു. പക്ഷെ ആ ചിരി കാണുമ്പോഴേക്കും തിങ്കൾ അവനിൽ നിന്ന് ഓട്ടം വെട്ടിച്ചിരുന്നു. നിമിഷ നേരം കൊണ്ട് അവന്റെ ആ ചിരി മാഞ്ഞു. മുഖമിരുണ്ടതും ആ ഓട്ടോ അവിടുന്ന് പോയി കഴിഞ്ഞു. ഒരു റൗണ്ട് ചുറ്റി വേണം ടൗണിൽ നിന്ന് അമ്പലത്തിന്റെ അവിടേക്കുള്ള റോഡിലേക്ക് കയറാൻ. തിങ്കൾ കയറിയ ഓട്ടോയെ ഒരു ഓമ്നി വാൻ ക്രോസ് ചെയ്തു പോകുമ്പോൾ അതിനുള്ളിലുള്ള ഇരുവരുടെയും നോട്ടം അവളിലേക്ക് തറഞ്ഞു നിന്നു. ജിത്തു, നിന്റെ പഴയ ലൈനിലാണ് അത്. തിങ്കള്, നിന്റെ ഭാര്യയുടെ ചേച്ചി. അത്ഭുതത്തോടെയുള്ള കൂട്ടുകാരന്റെ ചോദ്യത്തിൽ ഷോക്ക് അടിച്ച പോലെ കോ ഡ്രൈവർ സീറ്റിൽ ഇരിപ്പുണ്ട് ശ്രീജിത്തും. ചീക്കു. ബോളിന് പുറത്ത് വിരലുകൊണ്ടൊന്ന് തട്ടിയോട് വിളിക്കുന്ന നേരം അവന്റെ ചിറക് പോലെയുള്ള ടെയിൽ വിടർത്തി തിരിഞ്ഞു കളിച്ച് അവൾ തട്ടിയ ഭാഗത്തേക്കുള്ള ചെക്കന്റെ വരവ് കണ്ട് തിങ്കളിന്റെ കണ്ണുകൾ രണ്ടും വിടർന്നു. പാർത്തി പറഞ്ഞിരുന്നു അവൻ ചലനങ്ങളെല്ലാം ശ്രദ്ധിച്ച് റെസ്പോൺസ് ചെയ്യുമെന്നും ആളുകളെ തിരിച്ചറിയുമെന്നൊക്കെ. ഏതെങ്കിലും നല്ല പേരൊക്കെ ഇട്ട് വിളിച്ചുകൊള്ളാൻ അവൻ തന്നെയാണ് പറഞ്ഞ്. ഓട്ടോയിലിരിക്കുമ്പോഴും അവൻ എന്ത് പേരൊക്കെ ഒന്നായിരുന്നു തിങ്കൾ ചിന്തിച്ച് കൂട്ടിയിരുന്നു. വീടെത്തുമ്പോഴേക്കും പേരൊരെണ്ണം കിട്ടുകയും ചെയ്തു. അവളുടെ മുറിയിൽ മേശയിൽ തന്നെയാണ് ചീക്കുവിനെ തിങ്കൾ കൊണ്ടുവച്ചത്. ഫീഡിംഗ് ടൈമെല്ലാം പാർട്ടി പറഞ്ഞു കൊടുത്തനുസരിച്ച് ഇപ്പോൾ അവന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഒരു ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇലകൾ വീണ മുറ്റമടിച്ചു വാരി ഉമ്മറത്തേക്ക് വരുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കാനുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാതെ മുറ്റടിച്ചു കഴിഞ്ഞ് കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ പുഷ്പ അമ്മീമ്പുറത്ത് ഇരിപ്പുണ്ട്. ഒരു നിമിഷം അവളും നിന്നു. 2 ദിവസം ഇവളിങ്ങ് വന്ന് ഓർക്കുമ്പോൾ പെണ്ണിന്റെ സ്വഭാവത്തിരി പെശകാണ്. ചീക്കുവിനെ പോയി എന്തെങ്കിലും ചെയ്യോ?
സംശയത്തോടെ അകത്തേക്ക് ചെന്നവൾ ചീക്കുവിനെ നോക്കി മുറിയുടെ വാതിലടച്ചാണ് പിന്നെയും പുറത്തേക്ക് വന്ന്. പുഷ്പ അമ്മിപ്പുറത്ത് തന്നെയുണ്ട്. ഒരു ബിസ്ക്കറ്റ് പൊടിച്ച് അവൾക്ക് മുന്നിലിട്ട് കൊടുത്ത് തിങ്കൾ. അതും നിന്നിരിക്കുന്ന പെണ്ണിനെ അവൾ നോക്കി നിൽക്കുമ്പോഴാണ് തിങ്കളേന്ന് ഉമ്മറത്ത് നിന്നൊരു വിളി. മിഥുന്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. ഉമ്മറത്തെത്തുമ്പോൾ ഗേറ്റിന് അപ്പുറമാണ് അവൻ. കൈവീശി കാണിക്കുന്നുണ്ട്. തിങ്കൾ അവനടുത്തേക്ക് നടന്നു. ഞാൻ ഈ കാശേരാൻ വിളിച്ചാടി, അച്ഛൻ തന്നച്ചാ സാധനങ്ങൾ വിറ്റേന്റെ. പാർച്ചിലിനൊപ്പം അശോകൻ തന്ന കാശ് അവൻ അവൾക്ക് കൊടുത്തു. തിങ്കളത് എണ്ണി വാങ്ങി. 4000-നടുത്തുണ്ട് പൈസ. 2-3 ചെമ്പൂടങ്ങളും മറ്റു പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഫോൺ 2-3 ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നീ എപ്പോഴാണ് നാളെ വരുന്നത്? മീതിന്റെ ചോദ്യത്തിൽ അവളൊന്ന് ആലോചിച്ചു. രാവിലെ വരാം, ഒരു 11 ആവുമ്പോഴേക്കും. തിങ്കൾ പറഞ്ഞു നിർത്തിയതും അവനൊന്ന് തലയാട്ടി. കൂടെ നോക്കി വെച്ച ഫോണിന്റെ വിവരങ്ങളും മറ്റും ആ ഗേറ്റിൽ തൂങ്ങി പിടിച്ചിരുന്നവൻ കുറച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ കേൾക്കാൻ സമയമുള്ളതുകൊണ്ട് തിങ്കളോട് നിന്നു. കുറച്ച് കാശ് കൊടുക്കാൻ പോയതിന് തെണ്ടിക്കെന്താ ഇത്ര പറയാൻ? പാർത്തിയുടെ പല്ലടിച്ചുള്ള പിറുവിറുക്കൽ ഫോണിലെ ചാരിൽ ശ്രദ്ധ ഒതിപ്പിച്ചിരിക്കുന്ന പ്രണവിന് വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും പതിവില്ലാത്ത അവന്റെ അടക്കി പിടിച്ചുള്ള ഈ സംസാരത്തിൽ പ്രണവിന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. പാർത്തിയുടെ നോട്ടം പോകുന്നിടത്തേക്ക് അവന് നോട്ടവും പോയി. ഗേറ്റിൽ ചാരി നിൽക്കുന്ന മിതുവിലും അവനപ്പുറം നിൽക്കുന്ന തിങ്കളിലേക്കുമാണ് അവന്റെ കണ്ണും ചെന്ന് നിന്നത്. എന്താടാ? പ്രണവ് അവന്റെ തോളിലും തട്ടി. എന്ത് കളിക്കുന്നില്ല നീ? കുറെ നേരം ഫോണിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ എണീറ്റ് കളിക്കാൻ പാടാ, അല്ലെങ്കിൽ വെയിലിറങ്ങിപ്പോവും. പാർച്ചിലിനൊപ്പം ഇരുന്നിടത്തിറങ്ങി പാർത്തി ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ വെറുതെ അവനെ വിളിച്ച് അവന്റെ വായിൽ നിന്ന് വയറ് നിറച്ച് വാങ്ങിയ സന്തോഷത്തിൽ പ്രണവും തൽക്കാലം ഫോൺ മാറ്റി വെച്ച് അവന് പിറകെ തന്നെ ഇറങ്ങി. ഫുട്ബോളിനോടാണ് അവർക്ക് താല്പര്യം കൂടുതൽ. കാലിനടിയിട്ട് പന്തിന് അമ്മാനാടിക്കൊണ്ട് പാർട്ടിയുടെ പോക്കുണ്ട്. അവിടെയല്ലടാ, ഇവിടെ ആ ഗോൾ പോസ്റ്റ് എന്ന് പ്രണവ് വിളിച്ചു പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ അടിച്ചു തെറിപ്പിച്ച പന്ത് തിങ്കളോട് സംസാരിച്ച് റോഡ് മുറിച്ച് കിടന്നു വരുന്ന തലക്ക് മീതെ വരുമ്പോൾ ചാടി മാറിക്കളഞ്ഞു മിഥുൻ. കൊല്ലുകട തണ്ടി! തിരിച്ച് പന്ത് അവനും അടിച്ചു തെറിപ്പിച്ചു. പാർട്ടി അത് വലിയ കാര്യമാക്കാതെ നേരെ ആ ഗേറ്റിനവിടേക്ക് നോക്കുമ്പോൾ അവളോടൊന്ന് പോയി കഴിഞ്ഞിരുന്നു. ഉമ്മറപ്പടി കയറി വരുന്ന സ്ത്രീത്തിനെ കണ്ട് അർച്ചനമോട് അച്ഛ എന്ന വിളിയേട്ടാണ് താര അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് ധൃതി പിടിച്ചു വന്നു. മാമിനിയും ദിനേശനും ആളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ശ്രീപ്രിയ മുറിയിലാണ്. അച്ഛ എന്ന് വിളിക്കപ്പോൾ ഓടി വന്ന് അവന്റെ കാൽ കെട്ടിപ്പിടിച്ച് കുഞ്ഞിന്റെ കവിളിലും തട്ടി അവളെ നീക്കി നിർത്തി ശ്രീജിത്ത് അകത്തേക്ക് കയറുമ്പോൾ അവൾക്കൊന്നും വാങ്ങിയില്ലടാ നീ എന്ന് ദിനേശൻ ചോദിക്കുന്നുണ്ട്. ഞാനതിന് ടൂർ പോയതൊന്നല്ല, പണിക്ക് പോയതാ. അച്ഛനെ നോക്കി അടുപ്പിച്ചെന്ന് പറഞ്ഞവൻ അകത്തേക്ക് കയറുമ്പോൾ താര അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അലസമായി അവളെയും നോക്കാൻ മുറിയിലേക്ക് പോകാൻ നേരമാണ് തിങ്കൾ വന്നിട്ടുണ്ടാ, നീ അറിഞ്ഞോ എന്നുള്ള ഭാമിനിയുടെ ചോദ്യം. താര അതിന് അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ശ്രീയേട്ടൻ വന്നു കയറിയില്ല, അപ്പോഴേക്കും തള്ളക്ക് എഴുന്നള്ളിക്കാൻ കണ്ട കാര്യം ഇല്ല പറയുമ്പോൾ ഓട്ടോയിൽ വെച്ചൊരു മിന്നായം പോലെ കണ്ട പെണ്ണിനെ അവനൊന്ന് ഓർത്തെടുത്തു. അതിനൊപ്പം കവലയിൽ ഇറങ്ങി തിങ്കൾ വരുന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചാണ് അവൻ ഇങ്ങോട്ടേക്ക് എത്തിയതും. പക്ഷേ വീട്ടിൽ അത് അറിഞ്ഞ ഭാഗം കാണിക്കുന്നില്ലെന്ന് മാത്രം. 2 ദിവസമായി അവൾ ഈ നാട്ടിലെത്തിയ കാര്യം തന്നെ അറിയിക്കാൻ ഇവർക്ക് പറ്റിയില്ലല്ലോ. അപ്പോഴേക്കും ഭാമിനി തന്നെ അവൻ അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങൾ ഇനിയും അവനോട് മറച്ചു വെക്കാൻ താല്പര്യമില്ലാതെ തുറന്ന് പറയുന്നുണ്ട്. തിങ്കൾ വന്നതും അവളുടെ ആ വീട്ടിൽ താമസമാക്കിയതും നാട്ടുകാരുടെ ഊഹാപോഹങ്ങൾ കൊണ്ട് അവളെ പറ്റി ഉണ്ടാക്കിയ കഥകളും അങ്ങനെ എല്ലാവരും വിവരിക്കുമ്പോൾ ഒന്ന് മൂളി അവൻ അകത്തേക്ക് കയറി പോകുന്നുകൊണ്ടാണ് താരയുടെ ശ്വാസം നേരെ വീണത്. അമ്മ ഇത്രയ്ക്ക് അവളെക്കുറിച്ച് പറഞ്ഞിട്ടും അതൊന്നും ശ്രീയേട്ടൻ ശ്രദ്ധിച്ചില്ലല്ലോ. അത്രയും ആശ്വാസം. അവൾ ഇനി അവളുടെ തള്ള പ്രമീളയെ പോലെ വഴിവഴിച്ച് ഈ നാട്ടിൽ തന്നെ കിടന്ന നമ്മളൊക്കെ എങ്ങനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലവരുത്തി നടക്കുന്നോർത്തിട്ട് എനിക്കൊരു സ്വസ്ഥതയുമില്ല. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ് ഭാമിനി വീണ്ടും ഇരുന്നിടത്ത് തന്നെ ഇരിക്കുമ്പോൾ അമ്മയുടെ ആ വർത്താനം മുറിയിലേക്ക് എത്തിയ ശ്രീയത്തിന്റെ ചൂണ്ടിൽ ഒരു കുടില നിറഞ്ഞ ചിരിയാണ് ഉണ്ടാക്കിയത്. അവള് പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അതാദ്യം ഈ ശ്രീയത്തിന്റെ കൈ ഉണ്ടായിരിക്കും. അത്രയും തന്നെ മോഹിപ്പിച്ചവളാ, ഭ്രാന്ത് പിടിപ്പിച്ചവളാ. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും അവളോടുള്ള ഭ്രമത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ് താരയുമായുള്ള ചില നിമിഷങ്ങളിൽ പോലും എത്രയോ വട്ടം അവളെ താൻ തൻ്റെ അകക്കണ്ണിൽ കണ്ടിരിക്കുന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ശ്രീജിത്ത് ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി ഊരി മാറ്റുമ്പോഴാണ് ആ മുറിയുടെ വാതിൽ തുറന്ന് താര ഇങ്ങോട്ട് വരുന്നത്. മുന്നിലെ കണ്ണാടിയിലൂടെ തനിക്ക് പിന്നിൽ വന്നു നിൽക്കുന്നവളെ അടിമുടിയൊന്ന് ഒഴിഞ്ഞു നോക്കിയവൻ. പഴയ അഴകൊന്നും ഇപ്പോൾ അവളിലില്ല. ആകെ ഉടഞ്ഞു കെട്ടിയ ശരീരവും വീർത്തു പരന്ന അവൾക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രായം തങ്ങി നിൽക്കുന്ന മുഖവും. അതെങ്ങനെ കല്യാണം കഴിഞ്ഞ മാസങ്ങളാകുമ്പോഴേക്കും വയറു വീർപ്പിച്ച് മനുഷ്യൻ്റെ എല്ലാം മൂടും കളഞ്ഞില്ലേ അവള്. എന്നാൽ കല്യാണത്തിന് മുന്നേ എന്തൊരു ആവേശമായിരുന്നു അവൾക്ക്. തിങ്കൾ ജയിലിൽ പോയതിനു ശേഷമുള്ള ദിവസങ്ങൾ ശ്രീയത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കുത്തി കയറി വന്നു. അമ്മയും താരയും ഇങ്ങോട്ട് താമസം മാറി ദുഃഖത്തോട് കടന്നുപോയ 2-3 ആഴ്ചകൾ. പിന്നെ താരയുടെ തന്നെയുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. വിഷമിച്ച് അവൾ കരഞ്ഞു വീഴുന്ന എപ്പോഴും തന്നെ നെഞ്ചിലേക്കായിരുന്നു. താനോളെ സമാധാനിപ്പിക്കും, കെട്ടിപ്പുണർന്നുകൊണ്ട് തന്നെ. പോകെ തന്നിൽ അവളുടെ കൈകൾ മറ്റെന്തൊക്കെയോ തേടും പോലെ തോന്നിയിരുന്നു. ആദ്യമൊക്കെ അത് ഉൾക്കൊള്ളാൻ തനിക്കൊരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ കൂടുതലൊന്നും ആ പ്രയാസം മുന്നോട്ട് പോയില്ല. ഉള്ളിൽ നിറഞ്ഞു പൊന്നുന്ന വികാരങ്ങൾ തീർക്കാൻ ഒരു 17-കാരിയെ കിട്ടിയ സന്തോഷം. അവളുടെ ഉടലിനോടുള്ള ആസക്തിയിൽ തിങ്കളിനെയൊക്കെ താൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. കുറച്ചു പ്രേമിച്ചാണെന്ന് പറഞ്ഞാലും മര്യാദക്കാളൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല തിങ്കള്. എന്തു പറഞ്ഞാലും കല്യാണം കഴിഞ്ഞിട്ട്
ആ സ്ഥാനത്ത് കല്യാണപ്രായം പോലും തികയാത്ത ഒരുത്തിയുടെ എന്തിനും തയ്യാറായി തൻ്റെ അടുത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. വിട്ടുകളയാൻ പറ്റുമോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.